അടിപൊളി ചൂരമീൻ അച്ചാർ കഴിച്ചിട്ടുണ്ടോ? എന്റെ അമ്മ അടിപൊളിയായിട്ട് അച്ചാർ ഉണ്ടാക്കും. അച്ചാർ നിങ്ങൾക്ക് കഴിക്കാൻ ആഗ്രഹമുണ്ടോ? അമ്മ കൊടുക്കുമോ? അമ്മ കൊടുക്കുമല്ലേ? അടിപൊളി ഒരു 2 ചൂരയാണ് മേടിച്ചിരിക്കുന്നത്. ഈ 2 ചൂര അങ്ങോട്ട് അച്ചാറിടാൻ പോവാ. അന്നേരം മാസങ്ങളോളം സൂക്ഷിച്ച് വെച്ച് നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. രാവിലെ കഞ്ഞി കുടിക്കാൻ നേരത്തോ അല്ലെങ്കിൽ ചോറ് കഴിക്കാൻ നേരത്തോ എല്ലാത്തിനും കൂടെ സൈഡ് ഡിഷ് ആയിട്ട് വെക്കാൻ പറ്റിയ അടിപൊളി മീൻ അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതും ചൂരമീൻ അച്ചാർ. അമ്മ തുടങ്ങല്ലേ? നമുക്ക് എത്ര സമയം വേണം ഉണ്ടാക്കാൻ? അത് 1.5 മണിക്കൂർ വേണം. 1.5 മണിക്കൂർ വേണം. അന്നേരം നമുക്ക് ആദ്യം കട്ട് ചെയ്ത് ഇവനെ വൃത്തിയാക്കി എടുക്കാം ഇല്ലേ? തുടങ്ങിയാലോ? അമ്മ എന്താ മീൻ കട്ട് ചെയ്തോണ്ടിരിക്കുവോ കേട്ടോ. എങ്ങനെയുണ്ട്? ഒരു മീൻ അമ്മ കട്ട് ചെയ്ത് മാറ്റി കേട്ടോ. അതാണ്ടേ അവന്റെ തല, അടുത്തതിന്റെ തല അതാണ്ടേ 2 തലയായിട്ടുണ്ട്. അതായത് നമ്മളെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അച്ചാർ ആഗ്രഹിക്കുന്നുണ്ട്, വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിളിക്കാം കേട്ടോ. ഒരുപാടൊന്നും ഇല്ല, കുറച്ച് കൊടുക്കാല്ലേ, കുറച്ച് പേർ കൊടുക്കാം. അന്നേരം അടിപൊളി നെയ്മീൻ ചൂര അല്ലേ അമ്മ? നെയ്മീൻ ചൂരയാണ് നമ്മള് അച്ചാറിടാൻ പോകുന്നത്. നമ്മളങ്ങനെ വാങ്ങിയ ചൂരമേത കുനുകുനാന്ന് അരിഞ്ഞ് ഇത്രയും ചെറുതാക്കിയില്ലേ? ഏകദേശം 6 കിലോ ചൂര മീൻ എടുത്തപ്പോ നമുക്ക് കിട്ടിയ ഏകദേശം എത്ര കിലോ ആയിരിക്കും? 3 കിലോ മീനുണ്ട്. 3 കിലോ മീനുള്ളൂ. ബാക്കിയെല്ലാം വേസ്റ്റ് ആയില്ലേ? വേസ്റ്റ്. ഓക്കെ, അമ്മ അടുത്ത് എന്താ ചെയ്യാൻ പോകുന്നത്? ഇനി അടുത്ത് നമുക്ക് ഇതിനകത്ത് മസാല തേച്ച് വെക്കാം. മസാല തേച്ച് വെക്കാം. ഓ, മസാല തേച്ച് വേണം അല്ലേ? എത്ര സമയം എടുക്കും? അതിന് മസാല തേച്ച് 1 മണിക്കൂർ നമ്മൾ വെച്ചേക്കണല്ലേ? തുടങ്ങാം. അതിന് നമുക്ക് ആദ്യമേ അതിനകത്ത് മുളക് പൊടി ഇടണം. 3 കിലോ മീനുണ്ട്. 3 കിലോ മീനുണ്ട്. 3 കിലോ മീനുണ്ട്. ഇതിപ്പം നമ്മൾ മസാല തേച്ച് വെക്കാൻ വേണ്ടി എടുക്കുന്ന മുളക് പൊടിയാണ്. അതിനകത്ത് നമുക്കൊരു 5 സ്പൂൺ മുളക് പൊടി എടുത്ത് നമ്മൾ അടുത്ത് നമ്മൾ അതിനകത്ത് ചേർക്കാൻ 1 സ്പൂണ് കുരുമുളക് പൊടി എടുത്ത്. 1 സ്പൂൺ കുരുമുളക് പൊടി. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ 1 സ്പൂണും മഞ്ഞപ്പൊടി. അപ്പോൾ ഇതിനകത്ത് മസാലക്കൂട്ടെല്ലാം ഇട്ട് ഇനി നമുക്ക് അതിനകത്ത് ഇത്തിരി വിനാഗിരി ഒഴിക്കാം. ഈ വിനാഗിരി എന്തിനാ ഒഴിക്കുന്നത്? വിനാഗിരി ഒഴിക്കുന്നതെന്ന് വെച്ചാൽ കേടാവാതിരിക്കാനാണ്. ചെറിയൊരു പുളിരസവും കിട്ടും. മീൻ ഇച്ചിരി പുളിരസവും കിട്ടും. അതിനകത്ത് നമുക്ക് ഒരു ഇച്ചിരി ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഏതെണ്ണ നമ്മൾ ഉപയോഗിക്കുന്നത്? ഇത് നല്ലെണ്ണ. നമുക്ക് നല്ലെണ്ണയത്. നല്ലെണ്ണ എന്ന് വെച്ചാൽ നമുക്ക് വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ അത് പെട്ടെന്ന് ചീത്തയാവും. ചീത്തയാവത്തില്ല. നല്ലെണ്ണ ഒഴിക്കാൻ പോവല്ലേ? നമുക്ക് ഈ കൂട്ടെല്ലാം കൂടെ മിക്സ് ചെയ്യാനാ. ഇനി നമുക്കിത് കൈ കൊണ്ട് തന്നെ ഇതെല്ലാം കൂടെ യോജിപ്പിക്കാം. മസാലക്കൂട്ടായില്ലേ? ഒരു നുള്ളു വെള്ളം പോലും ചേർത്തിട്ടില്ല. ഇല്ല. എണ്ണയും വിനാഗിരിയാണ് ഇപ്പൊ നിലവിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ഈ ചൂരമീൻ കുറേശ്ശെ വാരിയിട്ട് മിക്സ് ചെയ്യാം. അങ്ങനെ മീൻ ഫുള്ള് നമ്മൾ മിക്സ് ചെയ്ത് എല്ലാം നല്ല രീതിയിൽ പറ്റിയിട്ടുണ്ട്. ഇനി നമ്മളിതെല്ലാം കൂടെ ഒതുക്കി നമ്മൾ 1 മണിക്കൂർ നേരം ഇത് ഇതെല്ലാം മിക്സായി പിടിക്കാൻ വേണ്ടി നമ്മൾ കൊണ്ട് അടച്ചു വെച്ചേക്കും. മസാല എല്ലാം കൂട്ടെല്ലാം ചേർത്ത് കഴിഞ്ഞില്ലേ? എല്ലാം ചേർത്ത് 1 മണിക്കൂർ നമ്മൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടി വെക്കാൻ പോകല്ലേ? അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ചെയ്യാം. അമ്മ അങ്ങനെ കുളിച്ച് കുട്ടപ്പിയായിട്ട് വന്നിരിക്കുവല്ലേ? ദേഹം മൊത്തം ആയിരുന്നു മീൻ കട്ട് ചെയ്തപ്പോ അല്ലേ? ആണ്ടേ നമ്മൾ റെസ്റ്റ് എടുക്കുന്ന മീൻ തായിരിക്കുന്നു കേട്ടോ. ചൂരമീനാണ് ഇരിക്കുന്നത് കേട്ടോ. ഏകദേശം 1.5 മണിക്കൂർ ഇരുന്നു അമ്മ. 1 മണിക്കൂർ മേലെ ഇരുന്നില്ലേ? നമ്മൾ തുടങ്ങിയാലോ? അടുത്ത് എന്താ ചെയ്യാൻ പോന്നെ? അടുത്ത നമുക്ക് ഈ മീൻ വറുത്തെടുക്കാം. മീൻ വറുക്കാൻ പോവല്ലേ? നമ്മൾ താടെ നല്ലെണ്ണ അല്ലേ? നല്ലെണ്ണ അടിച്ചിരിക്കുകയാണ്, വറക്കാൻ പോവുകയാണ്. അങ്ങനെ എണ്ണ ഒഴിക്കുവാണ്. എണ്ണ തിളച്ച് ഇനി നമുക്ക് അതിനകത്ത് ഇച്ചിരി കറിവേപ്പില ഇടാം. അത് ഈ മീൻ അടി പിടിക്കാതൊക്കെ ഇരിക്കും കറിവേപ്പില ഇടാമെങ്കിലേ. ഇനി നമ്മൾ ഇത് മീൻ ഇടുവാന്നേ. നമ്മൾ കുറേശ്ശെ വറുത്തെടുക്കാം. ഒന്നിച്ച് പറ്റത്തില്ല. കുറച്ച് തീയിട്ട് കുറേ നേരം എടുക്കില്ലേ? കുറേ നേരം കുറേശ്ശെ നമുക്ക് വറുത്തെടുക്കാം. ഇത്തിരി
ഈ വറക്കുമ്പോഴത്തേക്ക് മാംസത്തിന് കട്ടിയും വെക്കൂല്ലേ? കട്ടി വെക്കാം. കൂടുതൽ അങ്ങ് മുരിയുകയും ചെയ്യരുത്, എന്നാൽ മുരിയാതിരിക്കുകയും ചെയ്യരുത്. അങ്ങനെ ആ രീതി ചെയ്യണമല്ലേ? അതാണ് നമ്മളെ ചൂരമീൻ അങ്ങനെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്, വറുത്തെടുത്തോണ്ടിരിക്കുകയാണ്. അതാണ് കണ്ടോ, നമ്മൾ കുനുകുന അരിഞ്ഞ ചൂരമീനാണ് ഇരിക്കുന്നത്. ഏകദേശം 1.5 മണിക്കൂറോളം റെസ്റ്റ് എടുത്ത്, എന്ന് വെച്ചാൽ മസാല തേച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മളിതാ വറുത്തുകൊണ്ടിരിക്കുകയാണ്, ഇല്ലേ അമ്മ? അടിപൊളി ചൂരമീൻ അച്ചാറാണ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് അത് ഇടയ്ക്ക് ഒന്ന് തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മീൻ ദാണ്ട് ആദ്യം ഇട്ടത് മുരിഞ്ഞ്, ഇത്രയും കൂടുതലങ്ങ് കരിയും മുരിഞ്ഞു പോവുകയും ചെയ്യരുത്, എന്നാൽ മുരിയാതെ ഇരിക്കുകയും ചെയ്യരുത്. അതാണ്ട് ഈ ഇടയ്ക്കുള്ള ഭാഗം കോരി മാറ്റുമോ അല്ലേ? അത് കോരി മാറ്റിയിട്ട് നമുക്ക് അടുത്ത ട്രിപ്പ് ഇടാം. മീൻ നമ്മൾ വറുത്ത് കോരിയിരിക്കാതെ. അമ്മ ആ 2 വലിയ ചൂരയാണ് അമ്മ ഈ ചെറിയ പാത്രത്തിനകത്തിരിക്കുന്നത്. ഇപ്പൊ വറക്കുമ്പോ അങ്ങനെയാണ്. നമ്മള് ഇപ്പൊ 4-5 കിലോ ഉണ്ടെങ്കിലും വറുത്ത് വരുമ്പോ അത്രയും കിട്ടൂലല്ലോ. ഇല്ല, അത് 2-2.5 കിലോ മുരിഞ്ഞു വരുമ്പോ 2.5-3 കിലോക്കകത്തൊക്കെ നിക്കും 5 കിലോ ഉണ്ടെങ്കിൽ. ബാക്കിയെല്ലാം വേസ്റ്റ് ആയിട്ട് നമുക്ക് പോയി, കുറെ വെള്ളവും വറ്റിപ്പോയില്ലേ. അടുത്ത് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നമുക്ക് അതിന്റെ മസാലക്കൂട്ടുകളെല്ലാം ശരിയാക്കാം അല്ലേ? ഓക്കെ. അത് അച്ചാറുണ്ടാക്കാൻ വേറൊരു പാത്രം വെച്ച് കുറച്ച് എണ്ണ ഒഴിക്കുക. നമുക്കതൊക്കെ മുരിച്ചെടുക്കണ്ടേ. ഇനി നമുക്ക് വെളുത്തുള്ളി ഇതിനകത്തിട്ട് വാട്ടാം. എത്ര ഗ്രാം വെളുത്തുള്ളി നമ്മൾ ചേർക്കുന്നുണ്ട്? നമ്മളിപ്പോൾ 3 കിലോ മീന് നമ്മളൊരു 300 ഗ്രാം വെളുത്തുള്ളി ഉണ്ട്. വെളുത്തുള്ളി ചേർക്കുന്നില്ലേ? അത് നമ്മൾ ചതച്ചതൊന്നും ഇല്ല, ചതക്കാതെ ഇടുക. നമുക്കത് ഇങ്ങനെ മീനകത്തുനിന്ന് നമുക്ക് നുള്ളിപ്പറക്കി കഴിയണം, അതേ രീതി ഇടുക. നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മള് ഉള്ളി അങ്ങനെ ഇട്ടു കേട്ടോ. വെളുത്തുള്ളി അങ്ങനെ വൃത്തിയാക്കി വെളുത്തുള്ളി അങ്ങനെ മുഴുവനായി ഇട്ടേക്കുവാണ്. വെളുത്തുള്ളി കുറേ നമ്മളെ ഏതാണ്ട് പകുതി മൂത്ത്, അതിനകത്ത് നമ്മളിനി ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഏകദേശം എത്ര ഗ്രാം കാണുമായിരിക്കും അത്? ഇഞ്ചിയുണ്ട്, ഒരു 300 ഗ്രാം ഇഞ്ചിയുണ്ട്. ഇഞ്ചിയുണ്ടല്ലേ? പിന്നെ അതിൻ്റെ കൂടെ പച്ചമുളക്, കറിവേപ്പില, ഇതെല്ലാം കൂടെ നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഇതിനകത്ത് നമുക്ക് ഇത്തിരി എണ്ണ, നമ്മൾ മീൻ വറുത്ത് കോരിയ എണ്ണയുണ്ട്, ആ എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കണം. ഞാൻ വിചാരിച്ചത് കളയാൻ വെച്ചേക്കുവാന്ന്. അത് കളയാൻ എല്ലാ എണ്ണയും കൂടെ നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. നമുക്കിതെല്ലാം കൂടെ മൂപ്പിച്ചെടുക്കണം അല്ലേ? അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ പണ്ട് ഒരു നെത്തോലി അച്ചാറിട്ട്? ഓർമ്മയുണ്ടോ? നമ്മളെ സീസൺ ആകുമ്പോഴത്തേക്ക് നെത്തോലിക്ക് മേടിച്ച് അച്ചാറിടും കേട്ടോ. ഞങ്ങൾ ഒരു ട്രിപ്പ് ഇട്ടിട്ട് എടുക്കാൻ മറന്നുപോയി, അവിടെ ഇരുന്ന് പോയി. ഏകദേശം എനിക്ക് തോന്നുന്നു മാസങ്ങൾ ഒരുപാട് എടുത്തില്ലേ. കുറേ മാസങ്ങൾക്ക് ശേഷം ഞങ്ങൾ വീട് വൃത്തിയാക്കിയതിന് ഇടയ്ക്കാണ് ആ അച്ചാറ് പുറത്തു വന്നത്. പക്ഷെ എന്നാ ടേസ്റ്റ് ആയിരുന്നില്ലേ അതിന്? നെത്തോലിക്ക് ഭയങ്കര ടേസ്റ്റ് ആയില്ലേ? ഏത് മീനായാലും വറുത്ത് കോരി നമ്മളെല്ലാം ചേർത്ത് അച്ചാറാക്കി വെച്ചിരുന്ന ഇരിക്കും തോറും അതിന് ടേസ്റ്റ് കൂടും. നമ്മള് പെയിന്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ വീട് വൃത്തിയാക്കിയപ്പോഴത് കണ്ടതില്ലേ? നമ്മളിപ്പൊ ഇത് വെക്കുന്നത് ഇപ്പൊ നമ്മളെ കൂട്ടുമ്പോൾ ടേസ്റ്റ് കുറവാ. ഇത് ഇരുന്ന തണുത്ത് ഇത് ഒരാഴ്ചയൊക്കെ ആകുമ്പോ നല്ല ടേസ്റ്റാ. ഓക്കെ, നമ്മൾ ഈ അച്ചാർ ഏകദേശം എനിക്ക് തോന്നുന്നു മാസങ്ങളോളം ഇരിക്കൂലേ? അതാ നശിക്കാതിരിക്കുന്നത്. കാരണം നമ്മൾ ഇതിനകത്ത് വെള്ളമൊന്നും ഇല്ല. പിന്നെ ഉപയോഗിക്കുന്ന എള്ളെണ്ണ അല്ലേ? എള്ളെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് നാളിത് കേടുകൂടാതെ ഇങ്ങനെ ഇരിക്കും. പക്ഷെ എനിക്ക് അന്നത്തെ ആ അച്ചാർ ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് കണക്കാവും ഈ ഒരു അച്ചാർ. നമ്മുടെ മസാല ഇഞ്ചിയും എല്ലാം മൂത്ത് നല്ലോണം. ഇനി അതിനകത്തോട്ട് നമുക്ക് മുളക് പൊടി തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാനല്ലേ? അതൊക്കെ ചെയ്യാൻ. എന്നിട്ട് 1 സ്പൂണ് മഞ്ഞൾപ്പൊടി,
1 സ്പൂണ് കുരുമുളക് പൊടി. എന്നിട്ട് നമുക്ക് കായപ്പൊടി 1 സ്പൂണ്, 1.5 സ്പൂണ് കായപ്പൊടി, 1 സ്പൂണ് ഉപ്പ്, ഇത്തിരി ഉലുവാപ്പൊടി. ഇത് ഇത്രയും കൂടെ നമുക്കങ്ങ് മിക്സാക്കാം, ഇളക്കി മൂപ്പിക്കാം. പൊടിവർഗ്ഗങ്ങൾ ഇത്രയും കൂടെ അപ്പം എന്താണ്ട മസാലക്കൂട്ടൽ എല്ലാം മിക്സായി നല്ല പരുവായി. ഇനി നമുക്കിതിനകത്ത് ഇനി ഒരു സാധനവും ചേർക്കാം. ഇതിനകത്ത് നമുക്ക് 1 കപ്പ് വിനാഗിരി ഒഴിക്കാം. വിനാഗിരി ഒഴിച്ച് ഇതിനകത്ത് നമുക്കിതെല്ലാം കൂടെ യോജിപ്പിക്കാം. നമ്മുടെ മസാലക്കൂട്ടെല്ലാം എന്താണ്ട നല്ല ഗ്രേവിയായി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ മീൻ വറുത്ത് വെച്ചേക്കുന്ന മീൻ തട്ടിയിടാം. അടിപൊളി. അങ്ങനെ മീനച്ചാറായില്ലേ? എന്നിട്ട് നമുക്കിത് ഇത്രയും എല്ലാം കൂടെ അങ്ങ് ഇളക്കി മിക്സാക്കാം. അങ്ങനെ നമ്മുടെ അച്ചാർ റെഡി. ഇനി ഇത് തണുക്കുമ്പം അടിപൊളിയല്ലേ? ഇരിക്കും തോറും ടേസ്റ്റ് മാറൂലേ? ഇരിക്കുമ്പോൾ ഇപ്പം നമുക്കല്ല, ഇത് ഇനി ഇരുന്ന് തണുത്ത് 2-3 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റാവും. ഏകദേശം ഒരു 3-4 മണിക്കൂർ എടുത്തുണ്ടാക്കിയ മീനച്ചാറാണ്, നെയ്മീൻ ചൂര അച്ചാറല്ലേ അമ്മ? അല്ലേ? ഓക്കെ. എന്നാ ടേസ്റ്റ് അറിയും. ഇത് തണുത്ത് ഒരു കുറച്ച് ദിവസം കൂടെ കഴിയും, ഒന്ന് പഴകുമ്പോഴാണ് എൻ്റെ ടേസ്റ്റ് അറിയുന്നല്ലേ. ഇരിക്കും തോറും വീര്യം കൂടും എന്ന് പറയത്തില്ലേ, അതാണ്. ഇത് ഇരിക്കും തോറും എൻ്റെ ടേസ്റ്റ് മാറും. അന്നേരം ചോറിനോട് കഴിക്കാൻ ഒരു സൈഡ് ഡിഷായിട്ട് നമുക്ക് വെച്ച് കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു സംഭവമാണ് ഈ മീൻ അച്ചാർ കേട്ടോ. ചോറ്, ചപ്പാത്തി, എല്ലാത്തിനും കഴിക്കല്ലേ? ഞാൻ ഒരു പീസ് എടുത്ത് കഴിക്കട്ടെ അമ്മ? കഴിക്കാം. കൈ ഇടുന്നതിന് കുഴപ്പമുണ്ടോ? നമുക്ക് ഉപയോഗിക്കാമല്ലോ. ഓക്കെ. നാണ്ടാ കഴിക്കുന്നോ? വേണ്ട. ഞാൻ പൂർത്തി പറയുന്നു വിചാരിക്കരുത്, സംഭവം കൊള്ളാം. പിന്നെ നമ്മൾ വീഡിയോ കാണുന്ന ഒരുപാട് പേര് കാണും, അവർക്ക് കൊടുക്കുമോ? കൊടുക്കും. അവരിന്ന് കഴിച്ചു നോക്കട്ടെ, എന്നിട്ട് അവരുടെ അഭിപ്രായം പറയട്ടെ. അവർക്ക് ആരാവശ്യപ്പെട്ടാലും കൊടുക്കുമല്ലേ? കൊടുക്കും. ഇറങ്ങട്ടെ. അടിപൊളി ടേസ്റ്റ് കേട്ടോ. നൈസ് ഒരു എരിയാണ്, കുരുമുളകിൻ്റെ എരിയാണ് കൂടുതൽ ഇറച്ചിരിക്കുന്നത്. പിന്നെ പച്ചമുളകുണ്ട്, പിന്നെ ആവശ്യത്തിന് പുളി എല്ലാം ഉണ്ട് കേട്ടോ. ഇതിൽ പറയണ്ടോ അമ്മയ്ക്ക്? ഒന്നുമില്ല, കണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ട ആരാവശ്യപ്പെട്ടാലും ചെയ്ത് കൊടുക്കാമല്ലേ? ഓക്കെ. അന്നേരം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കുകയും ചെയ്ത് നമ്മൾ യൂട്യൂബ് ചാനലിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. അന്നേരം ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് നമ്പർ തൊട്ട് താഴെ വെക്കുന്നതായിരിക്കും, വിളിക്കണം. അമ്മ ഉണ്ടാക്കി ഉറപ്പായിട്ടും തരുന്നതായിരിക്കും. കൊടുക്കത്തില്ലേ അമ്മ? കൊടുക്കും. ഓക്കെ.